ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കൊപ്പം എത്തുന്നത് മറ്റാരുമല്ല PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹം നമുക്കൊപ്പം തത്സമയം ഇന്ന് ഹെല്ലോ മലയാളത്തിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, നമസ്കാരം, സ്വാഗതം. ഗുഡ് മോർണിംഗ് ഹെല്ലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എനിക്കറിയാം ട്രാവലിംഗിലാണെന്നറിയാം, മനസ്സിലാക്കുന്നു. ഇന്ന് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗിന്റെ 5ാം ഘട്ട പ്രവർത്തനങ്ങൾ, ഇന്ന് ഈ ഭവന സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന ദിനമൊക്കെയാണ്. സർവ്വതും നഷ്ടപ്പെട്ട മനുഷ്യരാണ്, അവരെ ഹൃദയത്തോട് ചേർക്കുകയാണ് ലീഗ്, അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവരെ ഹൃദയത്തോട് ചേർക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഇത്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമാണ്. അവർക്ക് വേണ്ടി ഇപ്പോൾ ഈ അർഹിക്കുന്ന ആ ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾ 100-105 പേരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, കുടുംബങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടി ഉള്ള അത്രയും തന്നെ വീടിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺ ലൈങ് ഇന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുക. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ലീഗിന്റെ പ്രവർത്തനങ്ങളൊക്കെ പുനരധിവാസ മേഖലയിൽ നടക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, അത് പൂർണ്ണമായും അതിലൊക്കെ തൃപ്തി ഉണ്ടോ ലീഗിന്? അല്ല, ഞങ്ങള് ഗവൺമെന്റിനോട് പറഞ്ഞതായിരുന്നു, അവര് സ്ഥലം തന്നാൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഞങ്ങൾ അവിടെ ചെയ്യാം എന്നുള്ളത്. പക്ഷേ അത് കുറേ നീണ്ടുപോയി. ഇപ്പോഴും ലിറ്റിഗേഷൻ ഉണ്ട് എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അത് സർക്കാരിന്റെ പ്രോജക്റ്റിന്റെ കാര്യം അവർ നോക്കും എന്ന് കരുതാം. എന്നാൽ ഒരു ആൾട്ടർനേറ്റീവ് ഈ വിക്ടിംസിനെ സംബന്ധിച്ചിടത്തോളം വേണം എന്നുള്ളത് മറ്റു വോളണ്ടറി സംഘടനകളൊക്കെ ആലോചിച്ചു. ആ കൂട്ടത്തിൽ ഞങ്ങളും ആലോചിച്ചു. ഞങ്ങളുടേതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രോജക്റ്റ് സർക്കാരിൻ്റേത് കഴിഞ്ഞാൽ. അത് വളരെ വേഗം വിക്ടിംസ് ഓപ്റ്റ് ചെയ്യുകയും ചെയ്തു. വളരെ വേഗം ആവശ്യക്കാർ വന്ന് അത് ഏറ്റെടുത്തു, നിറഞ്ഞു. അപ്പോൾ തീർച്ചയായും സർക്കാരിൻ്റെത് അവർ ചെയ്യട്ടെ, പക്ഷെ ഞങ്ങളിത് അതിനേക്കാൾ മെച്ചമായി ചെയ്യാനാണ് ഞങ്ങൾ നോക്കുന്നത്. ശരി, അപ്പോൾ ഈ ഇന്നത്തെ പരിപാടികളൊക്കെ അത് അതിഗംഭീരമായി തന്നെ നടക്കട്ടെ. കാരണം വയനാടിനെ ഹൃദയത്തോട് ചേർക്കേണ്ടത്, അവരെ ചേർത്ത് നിർത്തേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ്. അതിന് ലീഗ് എടുക്കുന്ന ഈ നടപടികൾ അത് അത്യന്തം സ്വാഗതാർഹവുമാണ്. അപ്പോൾ അതെല്ലാം വളരെ മനോഹരമായിട്ട് നടക്കട്ടെ. ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, ഈ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ മറ്റ് വിശേഷങ്ങളിലേക്ക് കൂടി പോവാണ്. കാരണം എങ്ങനെയാണ് വളരെ സന്തോഷം, വളരെ സന്തോഷം, വളരെ സന്തോഷം. അതെ അതെ, അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഈ ഭവന സമുച്ചയ പദ്ധതികൾ വരുന്നത്, അതിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ അങ്ങിൽ നിന്ന് ചോദിച്ചറിയണമെന്നുണ്ട്. പക്ഷേ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ മറ്റ് വിഷയങ്ങളിലേക്കൂടെ കിടക്കുകയാണ്. ഇപ്പോൾ വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ലീഗ് നിയമ പോരാട്ടത്തിന് തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ ബില്ല് നിയമമായി ഒരു 6 മാസം കഴിയുമ്പോൾ അതിൻ്റെ മെച്ചം എന്താണ്, അതിൻ്റെ ഗുണം എന്താണെന്ന് മുസ്ലിങ്ങൾക്ക് മനസ്സിലാകുമെന്നാണ്. ഈ ബില്ല് നിയമമായി വന്നാൽ, ഈ ഭേദഗതി നിയമമായിട്ട് വന്നാൽ എന്തൊക്കെ ദോഷങ്ങൾ ഉണ്ടാകുമെന്നാണ് ലീഗ് കരുതുന്നത്? എന്താണ് അതിൻ്റെ ദോഷവശങ്ങൾ? അല്ല, അത് ഇപ്പോ അവർ പാസ്സാക്കുന്ന കരിനിയമങ്ങളെ കുറിച്ചും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രചാരണമാണ്. മുത്തലാഖ് വന്നപ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഈവൻ പൗരത്വം വന്നപ്പോഴും ഒക്കെ ഇത് തന്നെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെയുള്ള കമ്മ്യൂണൽ പ്രോപ്പഗൻഡയ്ക്ക് വേണ്ടി സാമുദായിക വികാരം ഉണർത്തിവിടാൻ ഇടയ്ക്കിടയ്ക്ക് അവർ കൊണ്ടുവരുന്ന ഓരോരോ ബുൾഡോസിങ് നടപടിയാണ് ഈ നിയമങ്ങളൊക്കെ. അല്ലാതെ ഒന്നും അല്ല. അതിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ വയലേഷനാണ്. അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ് ദൈവമാർഗത്തിൽ അവരവരുടെ സ്വത്ത് അവസാന കാലത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിലോ സമർപ്പിക്കുക എന്നുള്ളത്. എല്ലാ മതങ്ങളിലും അതുള്ളതാണ്. ആ വിശ്വാസത്തിനും ആ സമർപ്പണത്തിനും ഇവിടെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരാണ് അവർ, കാര്യമില്ലാതെ, ഒരാവശ്യമില്ലാതെ. അപ്പോൾ അത് ഒരു സാമുദായിക വികാരം ഉണർത്തിവിട്ട് ഡിവിഷൻ ഉണ്ടാക്കി രാഷ്ട്രീയ ലാഭം കൊയ്യുക എന്നുള്ള ഉദ്ദേശത്തോടെ മാത്രം ചെയ്യുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതിനകത്ത് പിന്നെ അവർ പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ശ്രീ കുഞ്ഞാലിക്കുട്ടി, ഈ ബില്ല് പാസ്സായി കഴിഞ്ഞപ്പോൾ ഈ രാത്രി വൈകിയും അർദ്ധരാത്രിയും ആ സമരപ്പന്തലിൽ നടന്ന ആഘോഷ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ്. അവരുടെ മധുര വിതരണവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഒപ്പം ഇതിൽ ഈ നോക്കേണ്ട രാഷ്ട്രീയത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ദിവസം BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടെ എത്തി 50 പേർക്കാണ് ഒറ്റയടിക്കാൻ അംഗത്വം കൊടുത്തത്. അല്ല, 50 ആളുകൾ BJPയിൽ അംഗത്വം എടുത്തു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യം ആയിരിക്കാം. കാരണം ഇവിടെ വലിയ ശക്തിയില്ലാത്ത ഒരു പാർട്ടിക്ക് 10-50 ആളെ കിട്ടുന്നത് വലിയ കാര്യം തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അവർ പറയുന്ന 6 മാസമൊന്നും കാത്തിരിക്കേണ്ട ഒരു കാര്യം ഈ മുനമ്പം വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല.
6 മാസം അല്ല 6 കൊല്ലം കാത്തിരുന്നാലും ഇതിൻ്റെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ആളുകൾ നീട്ടിക്കൊണ്ടായാൽ മുനമ്പക്കാർക്ക് ഗുണമുണ്ടാവില്ല. വഖഫ് ട്രിബ്യൂണലിൽ ഇപ്പം നടക്കുന്ന കേസിൽ അവർക്കൊരു അനുകൂലമായ വിധി കിട്ടി അവരെ പ്രശ്നം തീരും. ആ കേസ് പ്രോപ്പറായിട്ട് നേരത്തെ മുതൽ ചെയ്യാമായിരുന്നു. കാരണം മുഖ്യധാര മുസ്ലിം സംഘടനകളും ബന്ധപ്പെട്ടവരുമൊക്കെ ഇത് അവർക്ക് കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരില്ല എന്ന് സമ്മതിച്ചാൽ ഏത് നിയമവും മറികടക്കാൻ ഇരുകൂട്ടരും സമ്മതിച്ചാൽ മതിയല്ലോ. ഇതിൻ്റെ ബാലപാട് എല്ലാവർക്കും അറിയുന്നതല്ലേ. പക്ഷെ വെറുതെ അതും ഇതും പറഞ്ഞ് കണ്ട കുഴപ്പങ്ങളൊക്കെ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി ഒരു പർട്ടിക്കുലർ ജനവിഭാഗത്തെ ടാർഗറ്റ് ചെയ്ത് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുക എന്നുള്ളൊരു മിനിമം പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ അത് സ്ഥായിയല്ല, അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അപ്പോഴും ഈ വിഘടിച്ച് നിൽക്കുന്ന രണ്ട് വിഭാഗങ്ങളെ ഒന്നിച്ചിരുത്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. അതെ, രണ്ട് കക്ഷികളും പറയാണ് മധ്യസ്ഥനോട്, അതായത് ഗവൺമെന്റിനോട്, ഞങ്ങളെ വിളിച്ചോ, ഞങ്ങൾ രണ്ട് കൂട്ടരും സമ്മതിച്ച് തരാം എന്ന്. പക്ഷെ മധ്യസ്ഥൻ വിളിക്കണ്ടേ, അതായത് സർക്കാർ വിളിക്കണ്ടേ? വിളിക്കാതിരുന്ന എന്ത് ചെയ്യും? അതെ, അത് തന്നെയാണ്. ഇനി ഈ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ കാര്യത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം അങ്ങ് ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കെ സുരേന്ദ്രന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശം. ഏറെക്കുറെ സമാനമായ രീതിയിൽ വർഗീയത കലർന്ന ഒരു പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലാഭം അത് ഈ SNDP ലക്ഷ്യം വെക്കുന്നുണ്ടെന്ന് അങ്ങ് കരുതുന്നോ? അദ്ദേഹം ഉറച്ചവിടെ നിന്നോട്ടെ, വിരോധമില്ല. ഒരു ചലനവും ഈ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അതിന് അധികമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നാൽ മതിയോ? മലപ്പുറം ജില്ലയിലാണല്ലോ ഈ നിലമ്പൂർ. അവിടെ അവർക്ക് കിട്ടുന്ന ബാക്കിങ് നോക്കിയാൽ മതി. കെട്ടിവെച്ച കാശ് കിട്ടിയാൽ ഭാഗ്യം. ഇവിടെ അവർക്കുള്ള ജനപിന്തുണ അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർ കൊമ്പ് കുലുക്കിയാൽ കുലുക്കുന്ന ഒരു മരമൊന്നുമല്ല ഇവിടുത്തെ മതേതരത്വം. അവരുറച്ചു നിന്നോട്ടെ, ഒരു കുഴപ്പമില്ല. ഉറച്ചു നിന്നാലും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകില്ല. ജനങ്ങൾ ചെവി കൊടുക്കൂല. ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങളും മീഡിയ ഒക്കെ കുറേ ദിവസം ഇത് ചർച്ച ചെയ്തല്ലോ. ആരെങ്കിലും ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്തോ? ഒരു ജാതിക്കാരനും ഒരു മതക്കാരനും ഒരു വിഭാഗക്കാരനും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനം വെറുക്കുന്ന പച്ചവർഗീയത പറഞ്ഞാൽ കേരളത്തിൽ ചിലവാവില്ല. അതുതന്നെ അതിൻ്റെ കാര്യം. അങ്ങനെ തന്നെയാണ്. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, ഇനി നമ്മൾ ഈ സമസ്ത ലീഗ് തർക്കങ്ങളിലേക്കൊക്കെ വന്നാൽ റംസാന് മുൻപ് ഒരു വെടിനിർത്തലൊക്കെ വേണമെന്ന് പറഞ്ഞു. വെടിനിർത്തലും ഉണ്ടായി, പക്ഷേ അത് നിൽക്കുന്നില്ല. ഓരോ ദിവസവും ഓരോരോ പുതിയ പ്രശ്നങ്ങൾ സമസ്തയിൽ നിന്നൊക്കെ പൊട്ടിപ്പുറപ്പെടുന്നുണ്ട്. തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണ്ടേ? അല്ല, അത് പിന്നെ അത്ര ഒരു പൊട്ടിപ്പുറപ്പെടേണ്ട പ്രശ്നമൊന്നും ആവില്ല. അത് ഓരോ വിഷയങ്ങളെ സംബന്ധിച്ച് വരുമ്പോൾ വാർത്തകളുണ്ടാവും. പക്ഷെ ഞങ്ങൾ പറഞ്ഞു തീർക്കും. അത് അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, വളരെയധികം സന്തോഷം, വളരെയധികം നന്ദി. നമുക്കിപ്പം ചേർന്നാൽ എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങ് വയനാട്ടിലേക്കുള്ള യാത്രാമധ്യയാണ്. ഒത്തിരി സമയമായോ പുറപ്പെട്ടിട്ട്? ഇല്ല, അരമണിക്കൂറേ ആയുള്ളൂ പുറപ്പെട്ടിട്ട്. 2 മണിക്കൂറും കൂടി യാത്ര ഉണ്ട്. കുഴപ്പമില്ല, സമയത്തിന് തന്നെ അവിടെ എത്തും. തങ്ങൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിദേശത്ത് നിന്ന് വരികയാണ്. അദ്ദേഹം എത്തി. ഞങ്ങളുടെ കമ്മിറ്റി ഉണ്ട്. അത് കഴിഞ്ഞാൽ വളരെ ലളിതമായ ഒരു ചടങ്ങേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരികെ പോരും. അങ്ങയുടെ ഈ പ്രഭാത നടത്തമൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമാണ്. രാവിലത്തെ താങ്കളുടെ പ്രഭാത നടത്തവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ പൂർത്തിയാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാണ് ഇറങ്ങിയത്? പിന്നെ അതൊക്കെ ഏർലി മോർണിംഗിൽ കഴിയുന്ന കാര്യമാണ്. നടത്തം തുടരുക തന്നെയാണ്. നടക്കാവുന്നിടത്തോളം നടക്കുക, എത്തുന്നിടത്ത് ചെന്ന് നിൽക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ അതിലൊന്നും ഒരു മുടക്കവും ഇതിലെ വന്നിട്ടില്ല. എല്ലാം കഴിഞ്ഞ് തന്നെയാണ് പുറപ്പെട്ടത്. ഓക്കെ, അപ്പോൾ വളരെയധികം സന്തോഷം ശ്രീ വി കെ കുഞ്ഞാലിക്കുട്ടി. നമുക്കൊപ്പം അങ്ങയുടെ ഈ ഒരു വിലപ്പെട്ട സമയം ചെലവഴിച്ചതിന് അങ്ങയ്ക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒത്തിരി സന്തോഷം. സന്തോഷം സന്തോഷം. ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, ഉറപ്പായും. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പോൾ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ നമുക്കിപ്പം ചേർന്നത്. അദ്ദേഹം നിലവിലെ വിവാദങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ വളരെ നന്നായി, വളരെ വ്യക്തമായി, കൃത്യമായി തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു.